ഹായ്, ഇന്നത്തെ വിഷയം ഇൻട്രസ്റ്റഡും ഇൻട്രസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പലപ്പോഴും സംശയം വരാറുണ്ട്, ഇൻട്രസ്റ്റഡ് ആണോ അവിടെ ഉപയോഗിക്കുക, ഐ എം ഇൻട്രസ്റ്റിംഗ് എന്നാണോ പറയുക. ഒരു സംശയം ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിന്ന വിഷയത്തിൽ താല്പര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് സംഗീതത്തിൽ താല്പര്യമുണ്ടെന്ന് പറയാനാണെങ്കിൽ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. എനിക്ക് മ്യൂസിക്കിൽ താല്പര്യമുണ്ട്. ചോദ്യമാണെങ്കിൽ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മൂവി മേക്കിംഗ്, നിനക്കതിൽ താല്പര്യമുണ്ടോ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. അവിടെ ഇൻട്രസ്റ്റഡ് ഉപയോഗിക്കും. പക്ഷേ ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ മൂവി അത് വളരെ രസകരമായ മൂവിയാണെന്ന് പറയാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇൻട്രസ്റ്റഡ് അല്ല, ഇൻട്രസ്റ്റിംഗ്. ദ മൂവി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദ പ്രോഗ്രാം, യെസ്റ്റർഡേയ്സ് പ്രോഗ്രാം, ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ പ്രോഗ്രാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, മൂവി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയും. ഇതാണ് പ്രധാനമായിട്ടുള്ളൊരു ഡിഫറൻസ് നമ്മൾ ഇൻട്രസ്റ്റിംഗിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഇതുകൂടി ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുന്ന പ്രധാന ഒരു കാര്യം അതാണ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ ഡു യു റീഡ് ന്യൂസ് പേപ്പർ പോലുള്ള, ഡിഡ് യു കോൾ മീ യെസ്റ്റർഡേ പോലുള്ള ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ നിനക്കതിൽ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കാൻ കൂടി നമ്മൾ പഠിച്ചു, അത്രയേ ഉള്ളൂ. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക് ചോദിക്കുക, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ cricket. Clear, simple. So we will see in the next video.